പ്രിയപ്പെട്ട സർക്കാരെ, ഇത് കേട്ടില്ലെങ്കിൽ നിങ്ങൾ കേൾക്കണം, കണ്ടില്ലെങ്കിൽ നിങ്ങൾ കാണണം. അത്രയ്ക്കും വലിയ അനീതിയാണ് കുരിയോട്ടമല ആദിവാസികളോട് കേരള വാട്ടർ അതോറിറ്റിയും KSEBയും കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 13 ദിവസക്കാലമായി ഈ പ്രദേശത്ത് കുടിവെള്ളം കിട്ടിയിട്ട് ആദിവാസികളായ ആളുകൾ വളരെയധികം ദുരിതത്തിലാണ്. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറായ ലിസി തോമസിനോടും ST പ്രൊമോട്ടറായ ശരത്തിനോടും ഈ കാര്യങ്ങൾ നിരവധി തവണ പറഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല. സ്ഥലം MLAയും നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായ ശ്രീ KB ഗണേഷ് കുമാറിൻ്റെ മണ്ഡലം കൂടിയാണ് കുരിയോട്ടമല ആദിവാസി കോളനി. ഇവിടെ കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ഗർഭിണികളായ സ്ത്രീകളുണ്ട്, പ്രായമായവരുണ്ട്. അവർ കുളിക്കാതെയായിട്ട്, ഭക്ഷണം കഴിക്കാൻ വെള്ളം കിട്ടാതെയായിട്ട് ഏകദേശം 12 ദിവസം കഴിയുകയുണ്ടായി. ഇന്നലെ വാട്ടർ അതോറിറ്റിയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട സ്ഥലത്തെത്തിയപ്പോൾ ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങളും അമ്മമാരും അടക്കമുള്ള അവർ തടയുകയുണ്ടായി. അപ്പോഴും അവരോട് വളരെ മോശകരമായ ഒരു സമീപനമാണ് ഉദ്യോഗസ്ഥർ കാണിച്ചത്. ഈ വിഷയത്തിൽ അടിയന്തരമായ സർക്കാർ ഇടപെടണം. സ്ഥലം MLA കൂടിയായ ശ്രീ KB ഗണേഷ് കുമാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഇവർക്ക് ഒരു ശാശ്വതമായ പരിഹാരം കാണണം. ഇത് വലിയ കുന്നിന്മുകളാണ്. ഇവിടെ കിണർ കുഴിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യമില്ല. അവർക്ക് കിണർ കുഴിക്കണമെങ്കിൽ ഏകദേശം 1 ലക്ഷം രൂപ മേളിൽ അവർക്ക് ചിലവാകുമെന്നാണ് ഇവിടുത്തെ ആദിവാസി സഹോദരങ്ങൾ ഞങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് അവർക്ക് കിണർ കുഴിച്ച് വെള്ളമെടുക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. ആ ഒരു അവസരത്തിൽ മഴവെള്ളം മാത്രം ആശ്രയിച്ചാണ് അവർ ജീവിക്കുന്നത്. ഇവിടെ ഒരു കിണറുണ്ട്. ആ കിണറിൽ പമ്പ് ചെയ്യുന്ന മോട്ടർ കേടായിട്ട് കുറേ നാളുകളായി. അത് നന്നാക്കാനോ അതിൻ്റെ മെയിൻ്റനൻസ് നടത്തുവാനോ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് ഇത്രയും വിഷയം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ ഉദ്യോഗസ്ഥരടക്കം ഈ പ്രദേശത്ത് വന്നപ്പോൾ അവരെ തടഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഗതികെട്ട് ഒരു പഴയ മോട്ടോർ കൊണ്ട് സ്ഥാപിച്ചിരിക്കുകയാണ്. ആ മോട്ടറിൻ്റെ അവസ്ഥയും വളരെ മോശമാണ്. ആ മോട്ടോർ കേടായാൽ വീണ്ടും ഇവിടെ കുടിവെള്ളം നിലയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വിഷയത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് ഈ മേഖലയിലെ ആളുകൾ കാണുന്നത്. ഇവരെ ഒരു 2ാം തരം പൗരന്മാരായി കാണുന്ന ഒരു സ്ഥിതിയിലേക്ക് ഉദ്യോഗസ്ഥൻ മാറുന്നുണ്ട്. പഞ്ചായത്തായാലും ഇവിടുത്തെ MLA ആയാലും മന്ത്രി ആയാലും ഇവിടുത്തെ 2 ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് കേരള വാട്ടർ അതോറിറ്റിയും KSEBയും കാണിക്കുന്ന വലിയ അനാസ്ഥയാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരുടെ പ്രതികരണത്തിലേക്ക് കടന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം. ഈ കുരിയോട്ടുമലയെ സംബന്ധിച്ച് ഇവിടെ കിടക്കുന്ന ഇപ്പോൾ 150 കുടുംബങ്ങളോടും പിന്നെ വെള്ളം കഴിഞ്ഞു കൂടുന്നതെന്ന് പറഞ്ഞാൽ വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ്. വാട്ടർ അതോറിറ്റി വെള്ളം ഈ ഇന്നലെയോടെ ആകുമ്പോൾ 13 ദിവസമായി. ഈ 13 ദിവസം കൊണ്ട് ഇവിടെ കുടിവെള്ളമില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മഴ ശക്തമായിട്ട് പെയ്യാൻ വേണ്ടിയിട്ട് ആ മഴ വെള്ളമാണ് എല്ലാവരും ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ കുട്ടികളെ കുളിപ്പിക്കാനും തുണി കഴുകാനും ഊണ് വെച്ച് കഴിച്ചത് വരെ ആ വെള്ളമാണ്, മഴവെള്ളം വെച്ച്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് മഴ കുറവായതുകൊണ്ട് ഇവിടെ കുടിവെള്ളമില്ല. അപ്പോൾ നമ്മൾ ഈ വാട്ടർ അതോറിറ്റിയിൽ ഇവിടെ എപ്പോഴും വിളിക്കാറുണ്ട്. അപ്പോൾ അവർ ജീവനക്കാരോട് ചോദിക്കുമ്പോൾ ജീവനക്കാർ പറയുന്നത് വൈദ്യുതിയുടെ കുഴപ്പമാണ്, ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്നില്ല ആണ്. അപ്പോൾ അവരെ നമ്മൾ വിളിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് അല്ല, അവിടുത്തെ വയറിങ്ങിയുടെ കുഴപ്പമാണെന്ന്. അപ്പോൾ ഇവർ 2 കൂട്ടരും ഞങ്ങളെ ഈ 10, 12, 13 ദിവസം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് തട്ടുന്ന പോലെ തട്ടി കളിക്കുകയായിരുന്നു. ഇന്നലെ ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് ഇന്നലെ വാട്ടർ അതോറിറ്റിയുടെ മേലുദ്ദേശം എന്ന് പറയുന്ന ഒരു പുള്ളി ഇവിടെ വരുമെന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞപ്പം ഞങ്ങൾ റോഡിൽ കയറിയിരുന്നു. അവരുടെ വണ്ടിയും അവരുടെ ജീവനക്കാരെയും ഞങ്ങൾ തടഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പൊന്നല്ലൂരിലിരുന്ന് പോലീസുകാർ എത്തി, CA ഉൾപ്പെടെ എത്തിയിട്ടും ഞങ്ങൾ ആരെത്തിയാലും ഞങ്ങൾ മാറത്തില്ല, ഞങ്ങൾക്ക് കുടിവെള്ളം തന്നിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞ് അവരെ വാട്ടർ അതോറിറ്റിയുടെ ഗേറ്റ് വരെ ഞങ്ങൾ പൂട്ടാറായി. പിന്നെ അതിനകത്ത് ഒടുക്കത്തിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റും വന്നു, എല്ലാവരും വന്നു. അപ്പോൾ അവർ നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ BDOക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം താൽക്കാലികത്തിന് ഞങ്ങൾ ഒരു പഴയ മോട്ടർ കൊണ്ടുവന്നിട്ടുണ്ട്, അത് വെച്ച് ഉപയോഗിച്ച് ഇപ്പോൾ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെ വെള്ളം കൊടുക്കാം. അടുത്ത ഒരാഴ്ചക്കകം പുതിയ മോട്ടർ ഇവിടെ സ്ഥാപിച്ച് ഇവിടുത്തെ കുടിവെള്ളത്തിൻ്റെ പരാതി മാറ്റാം എന്നാണ് പറഞ്ഞേക്കുന്നത്. വെള്ളത്തിൻ്റെ കാര്യമാണ്. വെള്ളം നിങ്ങൾക്ക് കിട്ടിയിട്ട് എത്ര ദിവസമായി കിട്ടായിരുന്നിട്ട്? അത് 10, 15 ദിവസം 16 ദിവസമൊക്കെ കളിഞ്ഞ്. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറോടും നിങ്ങളുടെ പ്രൊമോട്ടറോടൊക്കെ പറഞ്ഞിട്ട് എന്താ അവരൊന്നും ചെയ്യാത്തത്? അവര് എല്ലാവരും പ്രൊമോട്ടറുടെ അടുത്ത് നിങ്ങൾ പറഞ്ഞു എല്ലാവരുടെ അടുത്തും പറഞ്ഞു. ഈ പ്രൊമോട്ടർ ശരത്തിനോട് പറഞ്ഞപ്പോൾ അയാൾ ഇവിടെ വന്ന് നോക്കിയോ? ഇല്ല വന്ന് നോക്കിയില്ല. പഴയ മോട്ടറാണ്. പുതിയ മോട്ടർ വെക്കാൻ പറഞ്ഞിട്ട് എന്താ വെക്കാതെ? ഞങ്ങൾ വെക്കാൻ പറഞ്ഞു, ഇത് വയ്ക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അവർ കൊണ്ടുപോയി. ഈ സ്ഥലം MLAയുടെ ഓഫീസിൽ നിങ്ങൾ ബന്ധപ്പെട്ടു? ബന്ധപ്പെട്ട് അവനോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ. നിങ്ങൾ നേരത്തെ ബന്ധപ്പെട്ടിട്ടുണ്ടോ? അപ്പോഴും ഒന്നും വേണ്ടിയില്ല. അങ്ങനെയൊന്നും മിണ്ടില്ല. ഞങ്ങൾക്ക് എല്ലാ സഹായം ഈ വെള്ളം അവരല്ലേ തന്നത്. ഈ 10-14 ദിവസം നിങ്ങൾ വെള്ളമില്ലാതാണ് ഇവിടെ കഴിഞ്ഞത്. എങ്ങനെയായിരുന്നു പിന്നെ നിങ്ങളുടെ പ്രാഥമിക? വീട്ടിന്റെ വെള്ളം എടുത്താ കുടിച്ചതും കഞ്ഞി വെച്ചതും എല്ലാം കൂടെ. ഈ മഴവെള്ളം ഉപയോഗിച്ചാണ് നിങ്ങൾ കഞ്ഞി വെച്ചത്? പോവാൻ പോലും
വെള്ളം ഇല്ലാതെ ഈ മഴയില്ലെങ്കിൽ നിങ്ങൾക്ക് കുളിക്കാനോ ബാത്റൂമിൽ പോകാനോ പറ്റത്തില്ല. ഒന്നും പറ്റത്തില്ല.